അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പോയിൻ്റ് പ്രോഗ്രാംസിനെ കുറിച്ചായിരുന്നല്ലേ അല്ലേ? അത് ഏത് ലെറ്ററിൻ്റെ കീഴിലാണ് വന്നിരുന്നത്? എ ബി സിയിലെ എൻ്റെ കീഴിലാണോ? അതല്ല ബി അല്ല സി? ഏതിൻ്റെ കീഴിലാണ്? സീൻ്റെ കീഴിലായിരുന്നു അല്ലേ? കോൺസിക്വൻസസ്. ഇപ്പോൾ പോയിൻ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഏത് സ്വഭാവമാണ് കുട്ടിയിൽ നമുക്ക് ഉണ്ടാവേണ്ടത്, ആ സ്വഭാവം നമ്മൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. 5 സ്വഭാവം, 10 സ്വഭാവം, 2 സ്വഭാവം, 1 സ്വഭാവമാവാം. എന്നിട്ട് ആ സ്വഭാവങ്ങൾക്ക് കുട്ടി പ്രകടിപ്പിച്ചാൽ കുട്ടിക്ക് എന്ത് പോയിൻ്റ് തരും എന്ന് കുട്ടിയോട് പറയുന്നു. നമ്മൾ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. കുട്ടി ആ സ്വഭാവം കാണിക്കുമ്പോഴൊക്കെ അതിന് നമ്മൾ പോയിൻ്റ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത്ര പോയിൻറ്റ്സ് എത്തിയാൽ കുട്ടികൾക്ക് റിവാർഡ് കൊടുക്കുന്നു. കുട്ടിയിൽ ഒരുപാട് സ്വഭാവം ഒരേ സമയത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നു. അതായിരുന്നു നമ്മുടെ പോയിൻ്റ് പ്രോഗ്രാം അല്ലേ? പ്രാക്ടീസ് ചെയ്തോ? പരീക്ഷിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? തുടങ്ങിയോ? ഓക്കെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പറയാനുള്ളത് അറ്റൻഡിങ് ആണ്. അറ്റൻഡിങ് എന്ന് പറയുന്നതും കുട്ടിയിലൊരു സ്വഭാവം നല്ലൊരു സ്വഭാവത്തിന് ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് അറ്റൻഡിങ് എന്നുള്ളത്. അറ്റൻഡിങ് എന്ന് പറയുന്നത് മലയാളത്തിൽ ശ്രദ്ധിക്കുക എന്നർത്ഥം അല്ലേ? അറ്റൻഡ് ചെയ്യുക, അറ്റൻഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അറ്റൻഡ് ചെയ്യാറാൽ ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടി നല്ല സ്വഭാവം കാണിക്കുമ്പോഴൊക്കെ ആ സ്വഭാവത്തിന് നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് നമ്മൾ നല്ലൊരു വാക്കാലോ പ്രവർത്തിയാലോ നമ്മൾ കുട്ടിക്ക് ഒരു റിവാർഡ് കൊടുക്കും വേണം. അതിനാണ് അറ്റൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിയിൽ ഒരു സ്വഭാവം, ഉദാഹരണം, കുട്ടി സുന്നത്ത് നിസ്കരിക്കാത്തൊരു കുട്ടിയാണ്. സുന്നത്ത് നിസ്കരിച്ച ഒരു ദിവസം. അപ്പോൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ആ കുട്ടി നിസ്കരിക്കുന്നതിങ്ങനെ പോയി ശ്രദ്ധിക്കുക. നിസ്കാരം കഴിഞ്ഞ ഉടനെ മാഷാ അല്ലാഹ് എൻ്റെ കുട്ടി സുന്നത്ത് നിസ്കരിച്ചു അല്ലേ, നല്ല കുട്ടി. അപ്പോൾ ഈ കുട്ടി എപ്പോഴൊക്കെ ഈ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നോ, അപ്പോൾ ഒരു പ്രവർത്തനം മാത്രമാവണ്ട, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടാവും. നല്ലത് എപ്പോഴൊക്കെ ചെയ്യുന്നോ അപ്പോഴൊക്കെ അറ്റൻഡ് ചെയ്യണം. ചീത്ത ചെയ്യുമ്പോൾ കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്യരുത്. അപ്പോൾ നല്ലത് ചെയ്യുമ്പോഴൊക്കെ നല്ല മുഖപ്രസന്നതയോട് കൂടി കുട്ടിയുടെ മുന്നിലെത്തുന്നു, കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നു, നല്ല കോലത്തിൽ സംസാരിക്കുന്നു, നല്ല ഡീൽ ചെയ്യുന്നു, അവനൊന്ന് ആദരിക്കുന്ന കോലത്തിൽ നമ്മൾ സംസാരിക്കുന്നു, പെരുമാറുന്നു. ചീത്ത സ്വഭാവങ്ങളാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാനുള്ളതാണ്. അപ്പോൾ നല്ല സ്വഭാവങ്ങൾ ചെയ്യുമ്പോഴൊക്കെ കുട്ടിയെ അറ്റൻഡ് ചെയ്യുക. നല്ല വളരെ ചെറിയ സിമ്പിൾ കാര്യമാണെങ്കിലും അത് കാണുമ്പോഴൊക്കെ കുട്ടീനെ എന്ത് ചെയ്യണം? നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കുട്ടിക്ക് ഫീൽ ചെയ്യണം. കണ്ട് നമുക്ക് സന്തോഷമായിട്ടുണ്ടെന്നുള്ളത് കുട്ടിക്ക് ഫീൽ ചെയ്യണം. നമ്മൾ സന്തോഷമായിട്ടുണ്ട് എന്നുള്ളത് വാക്കാലോ പ്രവർത്തിയാലോ നമ്മൾ കുട്ടിയെ അറിയിക്കും വേണം. അപ്പോൾ എപ്പോഴൊക്കെ കുട്ടി നല്ലത് ചെയ്യുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ സംഭവിക്കുക എന്താണെന്നറിയോ? ഈ കുട്ടിക്ക് സെൽഫ് എസ്റ്റീം കൂടും. ഞാൻ ഉഷാറാട്ടോ, എന്നെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടാട്ടോ, എപ്പോഴും ഞാൻ ചെയ്യുന്ന നന്മകളൊക്കെ അവർ കാണുന്നുണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഞാൻ നല്ലൊരു കുട്ടി തന്നെയാണ് എന്നുള്ള കുട്ടിക്ക് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ കുട്ടി നല്ലൊരു പൗരനായിട്ട് മാറും, അല്ലെങ്കിൽ പൗരയായിട്ട് മാറും. ദാറ്റ് ഈസ് അറ്റൻഡിങ്. അപ്പോൾ നമ്മൾ അടുത്ത ടൂളാണ് അറ്റൻഡിങ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഈ ഒരു സ്ട്രാറ്റജിയുടെ ഒരു ടൂളിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, മൊത്തം 4 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് എ ബിഹേവിയർ യു വാണ്ട് ടു ഇൻക്രീസ്. ഏതെല്ലാം സ്വഭാവങ്ങളാണോ ഈ കുട്ടിയിൽ ഉഷാറാവേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്, വളർന്നു വലുതാവേണ്ടത്, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. ഉദാഹരണം, കുട്ടിയുടെ മുഖപ്രസന്നത, കുട്ടിയുടെ സജീവത, കുട്ടിയുടെ ഇബാദത്തുകളിലുള്ള ശ്രദ്ധ, മറ്റുള്ളവരോട് പെരുമാറ്റം, റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെൻറ്റ്, അങ്ങനത്തെ കുറേ സംഗതികളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇതൊക്കെ കുട്ടിയിൽ നമുക്ക് ഉഷാറാക്കണം, ഇതൊക്കെ എൻ്റെ കുട്ടിയിൽ ഉണ്ടാവണം, ഇതൊക്കെ എൻ്റെ കുട്ടി ശീലിക്കണം, ഇതൊക്കെ എൻ്റെ കുട്ടി മനസ്സിലാക്കണം. അത് നന്നായിട്ട് അതിൻ്റെ മൂർധന്യതയിൽ കുട്ടി എത്തണം ആ സ്വഭാവത്തിൻ്റെ എന്നുള്ള ഒരു തീരുമാനമാണ് ആദ്യം നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തെല്ലാം കുട്ടിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം, അധികരിപ്പിക്കണം എന്നുള്ളത് സംഗതി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെലക്ട് എ ടൈപ്പ് ഓഫ് അറ്റൻഷൻ. നമ്മളെന്ത് ചെയ്യുക? ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള അത് ഫീലിംഗ് കുട്ടിക്ക് കൊടുക്കുക. അപ്പോൾ സെലക്ട് എ ടൈപ്പ് ഓഫ് അറ്റൻഷൻ. നമ്മൾ ശ്രദ്ധയുടെ ഏതെങ്കിലും ഒരു രീതി നമ്മൾ സെലക്ട് ചെയ്യുക. ഉദാഹരണം, ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഈ അങ്ങനെ ചെയ്തില്ലേ, ഈ സുന്നത്ത് നിസ്കരിച്ചില്ലേ, ഈ മെച്ചി പറയാതെ ഇപ്പച്ചി പറയാതെ അങ്ങനെ ചെയ്തു അല്ലേ, മാഷാ അല്ലാഹ്, പറയാതെ തന്നെ ചെയ്തല്ലേ കുട്ടി. അങ്ങനെ നമ്മൾ വാക്കാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മാഷാ അല്ലാഹ് നമുക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റും, ഹഗ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിവാർഡ്സ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് തോന്നിപ്പിക്കുന്ന കോലത്തിൽ സംസാരമാവാം, അതല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി നമുക്ക് ഉള്ള അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആവാം, എങ്ങനെയാവാം. അപ്പോൾ സെലക്റ്റഡ് ടൈപ്പ് ഓഫ് അറ്റൻഷൻ, ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കുട്ടിക്ക് എന്ത് ചെയ്യുക? ആ ഒരു ശ്രദ്ധ കുട്ടീനെ ബോധിപ്പിക്കുക. അപ്പോൾ ആദ്യം ഏതെല്ലാം സ്വഭാവങ്ങളാണ് വളർന്നു വലുതാവേണ്ടത്, ഇൻക്രീസ് ആവേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്, അത് നമ്മൾ മനസ്സിൽ കാണുന്നു. 2, കുട്ടി ആ ചെയ്യുമ്പോഴൊക്കെ നമ്മളത് ശ്രദ്ധിക്കുന്നു,
ആ കുട്ടിക്ക് ആ ഫീലിംഗ് കൊടുക്കുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കുട്ടിയെ ബോധ്യപ്പെടുത്തുന്നു, നല്ല കോലത്തിൽ കുട്ടിയോട് സംസാരിക്കുന്നു, കുട്ടിക്ക് സന്തോഷം പകരുന്നു. മൂന്നാമത്തത് പ്രൊവൈഡ് അറ്റൻഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ബിഹേവിയർ. ഇപ്പോൾ കുട്ടി ഇപ്പോൾ ഒരു നന്മ ചെയ്ത്, ഉദാഹരണം ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ നിന്നൊരു വേസ്റ്റ് ഉണ്ട്, ആ വേസ്റ്റ് ആരും പറയാതെ തന്നെ കുട്ടി എടുത്തിട്ട് നേരെ ബാസ്ക്കറ്റ് കൊണ്ടുപോയിട്ട് നമ്മളത് കണ്ട് മെയിൻ അപ്പോൾ പിന്നെ മറന്നുപോയി. പിന്നെ വൈകുന്നേരം ഇപ്പോൾ ആ ബാസ്ക്കറ്റ് കൊണ്ടുപോയിട്ടില്ല ഉഷാറായിട്ടോ അതുകൊണ്ട് എഫക്റ്റ് ഉണ്ടാവും. കുറച്ച് ലേറ്റ് ആയില്ലേ, അങ്ങനെ ആവരുത്. പക്ഷേ ഒരു കുട്ടി നല്ലൊരു കാര്യം ചെയ്താൽ ഉടനെ കൊടുക്കണം, അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ലേറ്റ് ആയാൽ, കുറച്ച് വൈകിയാൽ ചിലപ്പോൾ അത്ര ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ കുട്ടി നല്ലൊരു കാര്യം ചെയ്താൽ ഉടനെ കൊടുക്കണം, വൈകരുത്. അപ്പോൾ ഇന്നലെ ചെയ്തൊരു കാര്യത്തിന് ഇന്നല്ല നമ്മൾ കൺഗ്രാജുലേഷൻ പറയേണ്ടത്, ഇന്നാണ് പറയേണ്ടത്. ഇന്നലെയാണ് പറയേണ്ടത്. ഇന്നലെ കഴിഞ്ഞതിന് ഇന്നലെയാണ് പറയേണ്ടത്. ഇന്ന് കഴിഞ്ഞതിനാണ് ഇന്ന് പറയേണ്ടത്. ലേറ്റ് ആകാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ കുട്ടി എപ്പോൾ എന്ത് നന്മയാണ് നമ്മൾ കുട്ടിയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഏത് സ്വഭാവമാണെങ്കിലും കുട്ടി അത് പ്രകടിപ്പിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തത് കുട്ടീനെ ബോധിപ്പിക്കണം, നല്ല കോലത്തിൽ സംസാരിക്കണം, പ്രൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഹഗ് ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഓരോ സമയത്ത് കുട്ടി ചെറിയ നന്മയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ അറ്റൻഷൻ അവിടെ എത്തണം. അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കുട്ടിക്ക് ബോധ്യപ്പെടണം. നമ്മൾ നല്ലൊരു മുഖപ്രസന്നത കുട്ടിയുടെ മുന്നിൽ കാണിക്കും വേണം. സ്വാഭാവികമായിട്ട് ഈ ഒരു അറ്റൻഷൻ ഉണ്ടാകുമ്പോൾ കുട്ടിയിൽ ഈ സ്വഭാവം അങ്ങനെ ഡെവലപ്പാകും. കുട്ടി വീണ്ടും ചെയ്യാൻ തുടങ്ങും. കുട്ടിക്ക് നല്ലൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും. പോസിറ്റീവായിട്ട് കുട്ടി ചിന്തിക്കാൻ തുടങ്ങും. ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് കുട്ടി വളരാൻ തുടങ്ങും. ഈ കുട്ടിയുടെ ബ്രെയിനും നല്ല കോലത്തിലായിരിക്കും ഷേപ്പ് ആവുക. മറ്റുള്ളവരെക്കുറിച്ച് നല്ലതും ഈ കുട്ടി ചിന്തിക്കാൻ തുടങ്ങും. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം കുട്ടി കാണാൻ തുടങ്ങും. കാരണം കുട്ടി അങ്ങനെയാണ് ശീലിച്ചത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് അറ്റൻഡിങ്. അടുത്ത സ്റ്റെപ്പാണ് അറ്റൻഡ് ടു ദ ബിഹേവിയർ യു വാണ്ട് ടു ഇൻക്രീസ്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് സ്വഭാവമാണ് കുട്ടിയിൽ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. ഏതാണ് ഇൻക്രീസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. രണ്ട്, ഏത് രൂപത്തിലാണ് നമ്മൾ അറ്റൻഷൻ കുട്ടിയെ ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ളത് തീരുമാനിക്കണം. അത് സംസാരത്തിലൂടെ ആവാം, അതല്ലെങ്കിൽ മറ്റു രൂപത്തിലൂടെ ആവാം. പിന്നെ ഉടനെ കുട്ടി ആ ഒരു നല്ലൊരു കാര്യം ചെയ്ത ഉടനെ എന്ത് ചെയ്യണം, നമ്മളെ അറ്റൻഷൻ നമ്മൾ കൊടുക്കണം. നാലാമതായിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ടു ദ ബിഹേവിയർ യു വാണ്ട് ടു ഇൻക്രീസ്. ആ സ്വഭാവം നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടി എപ്പോഴൊക്കെ അതാണ് ഇത് ചെയ്യുന്നത് ആ സമയമൊക്കെ നമ്മളിങ്ങനെ വാച്ച് ചെയ്യുക. സാധ്യതയുള്ള സമയങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് ആ സമയത്തൊക്കെ കുട്ടിയുടെ മുന്നിലെത്തിയിട്ട് നമ്മളെങ്ങനെ വാച്ച് ചെയ്യുക, നമ്മളിങ്ങനെ കാണുക, അറ്റൻഡ് ചെയ്യുക, പ്രൈസ് ചെയ്യുക. ദാറ്റ് ഈസ് അറ്റൻഡിങ്. അപ്പോൾ അറ്റൻഡിങ് കൊണ്ട് വലിയൊരു പോസിറ്റീവായിട്ട് മക്കളെ വളർത്താൻ പറ്റും. ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്. ഒന്ന്, മക്കൾ ഒപ്റ്റിമിസ്റ്റിക് ആവും, ശുഭാപ്തി വിശ്വാസമുള്ളവരാവും. അവരെക്കുറിച്ചൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും. സ്വന്തത്തിനെക്കുറിച്ച് അവർക്കൊരു എന്ത് ചെയ്യും, ഒരു ബഹുമാനവും ഒരു ആദരവും, ഉഷാറാണെന്നുള്ള ഫീലിങ്ങും നന്നാവണമെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. മറ്റുള്ളവരെക്കുറിച്ചും ഈ ഒരു ഫീലിംഗ് കുട്ടിക്ക് വരും. കുട്ടി നല്ല പ്രവർത്തനങ്ങൾ വീണ്ടും ചെയ്യാൻ ശ്രമിക്കും. ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കരുതൽ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടെന്നുള്ള ഫീലിങ്ങൾക്ക് വരും. കെയർ ഉണ്ടെന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. കുട്ടി സേഫ് ആൻഡ് സെക്യൂർഡ് ആവും. മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് അറ്റൻഡിങ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് അറ്റൻഡിങ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് പ്ലാനഡ് ഇഗ്നോറിംഗ് ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. വേറെ രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ് പറയാം. പ്ലാനഡ് ഇഗ്നോറിംഗ്. അപ്പോൾ ഇന്നടുത്ത അറ്റൻഡിങ് നിങ്ങൾ മക്കളിൽ പരീക്ഷിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഗ്രൂപ്പിൽ അറിയിക്കുക. വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.